നീ ഇപ്പോൾ പറഞ്ഞ ആ വാചകമില്ലേ, അതിനെ സ്വീകരിക്കാനായി 30-ൽ പരം മലക്കുകളാട്ടോ മത്സരിച്ചത്. മറ്റൊരു നമസ്കാരത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണിത്. ഇമാം ബുഖാരി റഹിമഹുല്ല ഉദ്ധരിക്കുന്ന ഹദീസിൽ റിഫാഅത്ത് ഇബ്നു റാഫിഅ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിന്നിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. റുക്കൂഇൽ നിന്ന് തലയുയർത്തതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞപ്പോൾ പിന്നിൽ നിന്ന് ഒരാൾ ഒച്ചത്തിൽ റബ്ബന വലക്കൽ ഹംദ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ് എന്ന് പറഞ്ഞു. നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയിട്ട് അവിടുന്ന് ചോദിച്ചു, ആരാണിപ്പോൾ ആ വാക്ക് പറഞ്ഞത്? അയാൾ ഞാനാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, റഅയ്തു ബിദ്അതൻ വസലാസീന മലക്കൻ യബ്തദിറൂനഹ അയ്യുഹും യക്തുബുഹ അവ്വൽ. 30-ൽ തരം മലക്കുകൾ തങ്ങളിൽ നിന്ന് ആര് ആദ്യം ഈ വാചകത്തെ എഴുതിയെടുക്കുമെന്ന് നോക്കി മത്സരിക്കുന്നതായി ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. ആ ദിക്റിൻ്റെ അർത്ഥം റബ്ബന വലക്കൽ ഹംദ്, ഞങ്ങളുടെ രക്ഷിതാവേ നിനക്ക് തന്നെയാകുന്നു സർവ്വസ്തുതിയും, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ്, അനുഗ്രഹീതവും വിശിഷ്ടവും ധാരാളവുമായ സ്തുതി നിനക്കുണ്ടാകട്ടെ എന്നാണ്. ഹദീസ് സഹീഹാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ദിക്റാണ്. അതുകൊണ്ട് റുക്കൂഇൽ നിന്ന് തല ഉയർത്തിയതിനു ശേഷം ബാക്കി ചൊല്ലുന്ന ദിക്റുകളോടൊപ്പം സൗകര്യം കിട്ടുകയാണെങ്കിൽ ഈ പ്രാർത്ഥനയും നമ്മൾ പതിവാക്കുക. അതിലൂടെ വലിയ പ്രതിഫലം കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ.